രാജ്യവ്യാപകമായിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യവ്യാപക SIRന് തുടക്കമായിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ നടപടികൾ തുടങ്ങിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളത്തിനൊപ്പം തമിഴ്നാടും പശ്ചിമ ബംഗാളും രംഗത്ത് വന്നിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ നവംബർ 2-ന് MK സ്റ്റാലിൻ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബംഗാൾ ആണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയാൻ പ്രതികരിച്ചത്. SIR നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അസാധ്യമാണ് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചതാണ്. എന്നിട്ടും പ്രക്രിയ ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ ആഴ്ത്തുന്നതായും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതിനിടെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ജില്ലാ തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം 2 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. 6300 BLOമാരെ അധികമായി നിയമിക്കും. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാടിൻ്റെയൊക്കെ എതിർപ്പുണ്ട്. ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് SIRമായി മുന്നോട്ട് പോകുന്നത്. നാളെയാണല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരാനിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വളരെ വേഗത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് കേരളത്തിലും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലെടുത്ത തീരുമാനമാണ് നമ്മൾ നേരത്തെ പരാമർശിച്ചത്. അതായത് 6300 പുതിയ BLOമാരെ അധികമായി നിയമിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ ജില്ലാ തലത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം പൂർത്തിയാവും. ട്രെയിനിങ്ങും വരുന്ന ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാവും. ഇങ്ങനെ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച സമയക്രമം അതേപടി പാലിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ പരാമർശിച്ചതുപോലെ കേരളത്തിൽ വ്യത്യസ്തമായൊരു സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതാണ്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് പോലും നൽകിയത്. പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. എന്തായാലും അതൊന്നും ബാധകമാവാത്ത തരത്തിൽ സംസ്ഥാനത്തെ SIR പരിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ആ തരത്തിലേക്ക് തന്നെയാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നത്. നാളെ അതിൻ്റെ തുടർനീക്കങ്ങൾ ഉണ്ടാവും. നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നടക്കുകയാണ്. അതിന് പുറമെ തന്നെ മറ്റ് യോഗങ്ങളും നടക്കും. അങ്ങനെ വേഗത്തിൽ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം ഇതിനെ എതിർത്തതാണ്. നിയമസഭയിൽ അടക്കം ഈ വിഷയങ്ങൾ പരാമർശിക്കപ്പെട്ടതാണ്. എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നോട്ട് തന്നെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയാണ്. SIRമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ വോട്ടർ പട്ടികയിൽ CPIM വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. തെറ്റായ പ്രചാരവേലയിൽ നിന്ന് ഇരു മുന്നണികളും പിന്മാറണം. CPIMനൊപ്പം കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെ ഒന്നിച്ച് പ്രമേയം പാസാക്കിയെന്നും BJP നേതാവ് K സുരേന്ദ്രൻ ആരോപിക്കുന്നു. വ്യാജ വോട്ടുകൾ ഇല്ലാത്തവർ എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് LDFും UDFും ഭയപ്പെടുന്നത്? തങ്ങൾ ഇരട്ട വോട്ട് ചേർത്തില്ലെങ്കിൽ, വ്യാജ വോട്ടുകൾ ചേർത്തില്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പൊ ജനഹിതം തങ്ങൾക്കെതിരായി മാറുമോ? കുതന്ത്രങ്ങളിലൂടെ ജയിച്ചുകൊണ്ടിരുന്നത് ഇനി നടക്കാതെ വരുമോ? ഈ ഒരു വേവലാതിയാണ് LDFിനെയും UDFിനെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട്. ഒരു പൗരനും, കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല. ഒരിടത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും. അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് എന്ന് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ്.